ഈ പദ്ധതി വരികയാണെങ്കിൽ കേരളത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് ഇത് കാരണമാവും. ഇവിടെ കേരളത്തോളം തന്നെ പഴക്കമുള്ള ഒരു റെയിൽവേയുടെ ഒരു സർവേ നടന്നിട്ടുണ്ട് തിരൂർ എടപ്പള്ളി ലൈനിന് വേണ്ടി. അതുപോലെ താനൂർ എടപ്പള്ളി ലൈനിന് വേണ്ടിയുള്ള ഒരു പഠനം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു 10-30 കൊല്ലം മുമ്പ് തിരുനാവായ ഗുരുവായൂർ ലൈനിന് വേണ്ടിയുള്ള പഠനം നടന്നിട്ടുണ്ട്. ഇതൊന്നും പൂവണിഞ്ഞിട്ടില്ല, അങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് നമ്മുടെ നിലമ്പൂർ നഞ്ചങ്കോട് വഴി മൈസൂരിലേക്കുള്ള പാത. അതിപ്പോൾ വീണ്ടും പൊടി തട്ടി കഴിഞ്ഞ വർഷം 23-24 വർഷത്തിൽ അതൊരു വീണ്ടും ഒരു സർവേ നടത്തുകയുണ്ടായി. 49% പണം സംസ്ഥാനവും 51% പണം കേന്ദ്രവും എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനം അതിന് അനുകൂലമായി പ്രതികരിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടക്കാത്തത്. അപ്പോൾ ഈ 2 പദ്ധതി കൂടി വരികയാണ് എങ്കിൽ തിരൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്ക്, അതേപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് നെഞ്ചങ്കോട് വഴി മൈസൂരിലേക്ക് ഇത് വരികയാണ് എങ്കിൽ ഈ തിരൂരിനെയും നിലമ്പൂരിനെയും കൂട്ടിയോജിപ്പിച്ച് ഒരു പാത കൂടി വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള ദൂരം ഇപ്പോൾ 961 റെയിൽവേ യാത്രയ്ക്ക് വേണ്ടി വരിക. അത് നേർപകുതിയായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ കാസർകോട്ടുകാർക്ക് ഇപ്പോൾ മംഗലാപുരം വഴി മൈസൂരിലേക്ക് പോകാൻ 503 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത് ഇതുവഴി തിരൂർ വഴി ഇങ്ങനെ കടന്ന് നെഞ്ചങ്കോട് വഴി മൈസൂരിലേക്ക് പോവുകയാണ് എങ്കിൽ 100 കിലോമീറ്ററിൻ്റെ അടുത്ത് അത് കുറവ് വരുന്നുണ്ട്. ഇതൊരു വൻ പദ്ധതിയാണ്, ഒരു വലിയ ലാഭം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇതാണ് നടപ്പിലാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1861 തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്നത്, 165 കൊല്ലം മുമ്പ്. അന്ന് ബ്രിട്ടീഷുകാർക്ക് ഇതുവഴി റെയിൽവേ കൊണ്ടുപോകണം എന്നൊരു തോന്നലുണ്ടായി. അത് പിന്നെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും നീട്ടി. ആ നിലമ്പൂരും തിരൂരും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മുഖവിലക്കെടുക്കാൻ പോലും തയ്യാറില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്.